നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആലുവ ചുണ്ടിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. സംഭവത്തിൽ എറണാകുളം കളക്ടറോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തോട് വിശദീകരണം തേടിയതായി കളക്ടർ. മണ്ണാർക്കാട് അലനല്ലൂരിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ എറണാകുളം കാലടി പാലത്തിൽ വീണ്ടും കുഴി. സംസ്ഥാനത്തെ ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുന്നു. ഇടുക്കി ഡാം 2342.60 അടിയിലെത്തി. തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്ക് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മുക്കം നഗരസഭയിൽ ശുചീകരണ തൊഴിലാളി നിയമനത്തിൽ ക്രമക്കേടെന്ന ആരോപണം. നഗരസഭാ ഓഫീസിന് മുന്നിൽ ഉപവസിച്ച് പ്രതിപക്ഷ കൌൺസിലർമാർ. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി നിയമനമെന്ന ആക്ഷേപം. പത്തനാപുരത്ത് പോലീസ് ജീപ്പ് മറിഞ്ഞു. അപകടം. പ്രതിയുമായി വൈദ്യ പരിശോധനയ്ക്ക് പോകും വഴി കാസർഗോഡ് വൈദ്യുതി ലൈനിൽ തട്ടി കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. 10 റെഫ്രിജറേറ്ററുകൾ കത്തിനശിച്ചു. കുറ്റ്യാടിയിലെ സ്വകാര്യ ലാബിൽ ഒളിക്യാമറ. നടത്തിപ്പുകാരൻ പിടിയിൽ. അറസ്റ്റിലായത് ലാബ് ഉടമയുടെ സഹോദരൻ. സംഭവം താലൂക്ക് ആശുപത്രിക്ക് സമീപത്തെ അരീക്കര ലാബിൽ. കണ്ണൂർ ബിഷപ്പ് ഹൌസിൽ വൈദികന് നേരെ ആക്രമണം. ആക്രമിച്ചത് സഹായം ചോദിച്ചെത്തിയാൾ. കറിക്കത്ത് കൊണ്ട് കുത്തിയത് കിട്ടിയ പണം പോരെന്ന് പറഞ്ഞ് പ്രതി പിടിയിൽ. വയറിന് കുത്തേറ്റ വൈദികൻ ചികിത്സയിൽ. വാർത്തകൾ വിശദമായി നോക്കാം. ആലുവ ചുണ്ടിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക്. എടത്തല സ്വദേശി ഷിഹാബിനാണ് പരിക്കേറ്റത്. സംഭവത്തിൽ ഹൈക്കോടതി റിപ്പോർട്ട് തേടി. ജില്ലാ കളക്ടറോട് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് റിപ്പോർട്ട് തേടിയത്. പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തോട് വിശദീകരണം തേടിയതായി കളക്ടർ അറിയിച്ചു. അറ്റകുറ്റപ്പണിക്ക് പിന്നാലെ എറണാകുളം കാലടി പാലത്തിൽ വീണ്ടും കുഴി. 2 ആഴ്ച മുൻപാണ് പാലത്തിൽ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയത്. പാലത്തിലെ ടാർ ഇളകിയ അവസ്ഥയിലാണ് നിലവിലുള്ളത്. മണ്ണാർക്കാട് അലനല്ലൂർ അത്താണിപ്പടിയിലെ ബൈക്ക് റോഡിൽ കുഴിയിൽ വീണ് യാത്രക്കാരന് പരിക്കേറ്റു. തൃശൂർ സ്വദേശി ഫയാസിനാണ് പരിക്കുപറ്റിയത്. ഇയാളെ മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്ന് റോഡിലേക്ക് വീണു. പെരുമാതുറ സ്വദേശി സീന റഷീദിന്റെ വീടിന്റെ റൂഫ് ഷീറ്റാണ് തീരദേശ റോഡിലേക്ക് വീണത്. കോഴിക്കോട് കുറ്റ്യാടിയിലെ ലാബിൽ സ്ത്രീകളുടെ താമസ സ്ഥലത്ത് ഒളിക്യാമറ വെച്ച ലാബ് നടത്തിപ്പുകാരൻ പിടിയിൽ. അരീക്കര അസ്ലമാണ് പിടിയിലായത്. സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തിയ BJP പ്രവർത്തകർ ലാബിന്റെ ബോർഡുകൾ അടിച്ചു തകർത്തു. ഇന്നലെ രാത്രിയാണ് സംഭവം. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള അരീക്കര ലാബിനോട് ചേർന്ന് വനിതാ ജീവനക്കാർക്കായി താമസ സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ജീവനക്കാരിൽ ഒരാൾ ശുചിമുറിയിൽ പോയ സമയത്താണ് ജനലിന് സമീപം മൊബൈലുമായി ഒരാളെ കണ്ടത്. യുവതി ബഹളം വച്ചതോടെ നാട്ടുകാരെത്തി സ്ഥാപനത്തിലെ CCTV പരിശോധിച്ചപ്പോൾ ലാബിന്റെ നടത്തിപ്പുകാരനായ അസ്ലമാണ് മൊബൈൽ ക്യാമറയുമായി ശുചിമുറി ദൃശ്യം പകർത്തിയതെന്ന് വ്യക്തമായി. നാട്ടുകാർ പ്രതിയെ പിടികൂടി പോലീസിന് കൈമാറി. കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാളെ പിന്നീട് സ്റ്റേഷനിലേക്ക് മാറ്റി. അരീക്കര ലാബിലെ വനിതാ ജീവനക്കാർക്കൊപ്പം മറ്റു ചില ലാബുകളിലെ വനിതാ ജീവനക്കാരും താമസിച്ചിരുന്നത് ഇവിടെയാണ്.
സംഭവത്തെ തുടർന്ന് യുവതികളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റി. മറ്റു യുവതികളുടെ ദൃശ്യങ്ങളും ഇയാൾ ചിത്രീകരിച്ചോന്ന് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP സ്ഥാപനത്തിലേക്ക് മാർച്ച് നടത്തി. ലാബിന്റെ പേരെഴുതിയ ഫലകങ്ങളും ബോർഡുകളും പ്രവർത്തകർ അടിച്ചു തകർത്തു. ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് മാലാപ്പറമ്പിലെ അപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ച് നടന്ന പെൺവാണിഭ കേസിൽ പ്രതികളായ പോലീസുകാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പുറപ്പെടുവിക്കും. കോഴിക്കോട് കൺട്രോൾ റൂമിലെ ഡ്രൈവർമാരായിരുന്ന K. ഷൈജിത്ത്, K. സനിത്ത്, പെൺവാണിഭ കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ ബാലുശ്ശേരി വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടക്കാവ് പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കുക. മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിന്റെ പിന്നിൽ പോലീസുകാരായ ഷൈജിത്തും സനിത്തുമാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരി ബിന്ദുവും പിടിയിലായ ഇടപാടുകാരും ഇക്കാര്യം പോലീസിനോട് സമ്മതിച്ചിരുന്നു. കേസിൽ പ്രതി ചേർക്കപ്പെട്ട പോലീസുകാരുടെ അക്കൗണ്ടിലേക്ക് ബിന്ദുവിന്റെ അക്കൗണ്ടിൽ നിന്നും ലക്ഷങ്ങൾ എത്തിയിരുന്നതായും കണ്ടെത്തി. സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ഇരുവരെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം പോലീസ് ആരംഭിച്ചതോടെയാണ് രണ്ടുപേരും ഒളിവിൽ പോയത്. പ്രതികളുടെ മൊബൈൽ ഫോൺ ഇന്നലെ ഓണായിരുന്നുവെങ്കിലും ഇന്ന് സ്വിച്ച് ഓഫ് ആയ നിലയിലാണ്. മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും പ്രതികൾ നടത്തുന്നുണ്ട്. കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരനായ വട്ടോളി ബസാർ സ്വദേശി അമനീഷ് കുമാറും പ്രതികൾക്കൊപ്പമുണ്ടെന്നാണ് സൂചന. ഒരാഴ്ച മുമ്പാണ് മലാപ്പറമ്പിലെ പെൺവാണിഭ കേന്ദ്രത്തിൽ പോലീസ് റെയ്ഡ് നടത്തി സ്ത്രീകൾ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തത്. പിടിയിലായവരുടെ മൊബൈൽ ഫോണുകളും അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് കേന്ദ്രത്തിന്റെ ഉടമകളായ പോലീസുകാരിലേക്ക് എത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കി പീരുമേട്ടിൽ ആദിവാസി സ്ത്രീയുടെ മരണം കൊലപാതകമെന്ന് കണ്ടെത്തി. പീരുമേട് പ്ലാക്കത്തടം കോളനിയിലെ 54 വയസ്സുകാരി സീതയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പീരുമേട് പ്ലാക്കാത്തടം ആദിവാസി കോളനിയിലെ മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട സീതയുടെ മരണമാണ് കൊലപാതകമെന്ന് തെളിഞ്ഞത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയ തന്നെയും ഭാര്യ സീതയെയും കാട്ടാന ആക്രമിച്ചതായും സീതയെ ചവിട്ടിക്കൊന്നു എന്നുമാണ് ബിനു പോലീസിനോടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരോടും പറഞ്ഞത്. ഒപ്പമുണ്ടായിരുന്ന 2 മക്കൾ ഏറെ പിറകിലായിരുന്നതിനാൽ ആനയുടെ ആക്രമണം ഇവർ കണ്ടില്ല എന്നും ബിനു ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. സീതയുടെ തലയുടെ പിൻഭാഗത്തും ശരീരത്തിന്റെ പിന്നിലും നിരവധി മുറിവുകൾ കണ്ടെത്തിയിരുന്നു. കല്ലിലോ മരത്തിലോ തലയുടെ പിൻഭാഗം ഇടിപ്പിച്ചതായും മുഖത്ത് ഇരുവശവും അടിയേറ്റതായും വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിൽ തറച്ചതായും കണ്ടെത്തി. പാറക്കെട്ട് പോലെ ഉയരത്തിൽ നിന്നും താഴേക്ക് സീത വീണതായും കുറച്ചു ദൂരമെങ്കിലും വലിച്ചിഴച്ചതായും കണ്ടെത്തലുണ്ട്. അപ്പോൾ ഈ വകുപ്പിൻ്റെ വനംവകുപ്പിൻ്റെ സംശയങ്ങളെ സാധൂകരിക്കുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന രീതിയിലുള്ള പോസ്റ്റ്മോർട്ടം ഫലങ്ങളാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. ശ്രീ ബിനു കുറച്ചു കാലം ഫയർ വാച്ചറായിട്ട്, അതായത് കാട്ടുതീയുടെ സീസണിൽ ഫയർ വാച്ചറായിട്ട് വനംവകുപ്പിൻ്റെ തന്നെ ജീവനക്കാരനായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങൾ കാട്ടിൽ പോകുമ്പോൾ ആനകളുള്ള സ്ഥലത്തു നിന്നെല്ലാം ഞങ്ങളെ മാറ്റി നേരെ ശരിയായ ദിശയിൽ കൊണ്ടുപോയിരുന്ന ബിനുവിന് ഇങ്ങനൊരു ആന പെട്ടെന്ന് വന്നു എന്നുള്ള അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ മൊഴികളെല്ലാം തന്നെ സംശയം ബലപ്പെടുത്താനായിട്ട് സാഹചര്യം ഒരുക്കിയിരുന്നു. കൊലപാതകമെന്ന് കണ്ടെത്തിയതോടെ ഭർത്താവ് ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം കൊലപാതകത്തിന്റെ കാരണം ഇനിയും കണ്ടെത്തിയിട്ടില്ല. ബിനുവിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന കൂടുതൽ അന്വേഷണത്തിൽ മാത്രമേ കൊലപാതകത്തിനുള്ള കാരണം വ്യക്തമാകൂ. വീട്ടിലെത്തിച്ച മൃതദേഹം സംസ്കരിച്ചു. കസ്റ്റഡി അപേക്ഷ നൽകി തെളിവെടുപ്പ് നടത്താനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് നെല്ലിയാമ്പതി ജനവാസ മേഖലയിൽ തമ്പടിച്ച് കാട്ടാനകൾ. സീതാർകുണ്ട് പോപ്സ് എസ്റ്റേറ്റിലാണ് 2 കാട്ടാനകൾ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രി പ്രദേശത്ത് വീടിനോട് ചേർന്ന് പ്ലാവിലെ ചക്ക തിന്നിരുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ വീടും ആക്രമിച്ചിരുന്നു. കനത്ത മഴയിൽ കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു. 2 നില കെട്ടിടമാണ് തകർന്നു വീണത്. ആളപായമില്ല. പഴക്കം ചെന്ന കെട്ടിടമാണ് നിലം പതിച്ചത്. നിങ്ങളെ വണ്ടിയുണ്ടോ? ഏതാ വണ്ടിയാ അത്? ഒരു ഇൻഷുറൻസ് അല്ലേ? ഒരു വീഡിയോ ചെയ്തോളി. ഇൻഷുറൻസ് ആളൊക്കെ വീഡിയോ വേണ്ടേ? പത്തനാപുരം കടക്കാമണ്ണിൽ പോലീസ് ജീപ്പ് മറിഞ്ഞു. പോക്സോ കേസ് പ്രതിയുമായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോകവെയാണ് അപകടം. എല്ലാവർക്കും നിസ്സാര പരുക്കാണുള്ളത്. റോഡിലെ വെള്ളക്കെട്ടിൽ ബ്രേക്കിടുമ്പോൾ ജീപ്പ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു.
പാലക്കാട് തിരുമിറ്റക്കോട് തോട്ടിൽ ഗൃഹനാഥൻ മരിച്ച നിലയിൽ. ഞാങ്ങാട്ടിരി മാട്ടായ സ്വദേശി ദാസനാണ് മരിച്ചത്. ലോട്ടറി വിൽപ്പന തൊഴിലാളിയാണ്. കോഴിക്കാട്ടിരി പാലത്തിന്റെ കുളക്കടവിലാണ് ഇന്ന് രാവിലെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തിയത്. ചാലിശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കണ്ണൂരിൽ വൈദികന് നേരെ ആക്രമണം. ബിഷപ്പ് ഹൌസിൽ ധനസഹായം ചോദിച്ചെത്തിയാൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് പൈനാടത്തിനെ കുത്തി പരിക്കേൽപ്പിച്ചു. ആക്രമണം നടത്തിയ കാസർഗോഡ് സ്വദേശി മുഹമ്മദ് മുസ്തഫയെ പോലീസ് അറസ്റ്റ് ചെയ്തു. നൽകിയ ധനസഹായം കുറഞ്ഞുപോയെന്നാരോപിച്ച് കറിക്കത്തി കൊണ്ടായിരുന്നു ആക്രമണം. വലതുകൈക്കും വയറിനും കുത്തേറ്റ ജോർജ് പൈനാടത്തിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രതിക്കെതിരെ വധശ്രമം ചുമത്തി കേസെടുത്തു. പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ അഗ്രി നോളജ് ടൂറിസം പദ്ധതി നടപ്പാക്കാൻ ആലോചന. ഫാമിന്റെ സുഗമമായ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കാർഷിക ഉപദേശക സമിതി യോഗത്തിലാണ് തീരുമാനം. നിലവിൽ ഫാം ടൂറിസം ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ നടപടികളും പുരോഗമിച്ചു വരികയാണ്. പട്ടാമ്പി പ്രാദേശിക കാർഷിക കേന്ദ്രത്തിലെ കോൺഫറൻസ് ഹാളിൽ മുഹമ്മദ് മൗസിൻ MLA അധ്യക്ഷതയിലായിരുന്നു കാർഷിക ഉപദേശക സമിതി യോഗം ചേർന്നത്. ഫാമിന്റെ സുഗമമായ നടത്തിപ്പിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തലും യോഗത്തിലുണ്ടായി. തൊഴിലാളികൾക്ക് വിശ്രമത്തിന് ആവശ്യമായ സൗകര്യത്തിനും സ്ഥാപനത്തിൽ സ്ഥിരം ജീവനക്കാരെ നിയമിക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് മുഹമ്മദ് മൗസിൻ MLA അറിയിച്ചു. ഫാമിൽ അഗ്രി നോളജ് സംവിധാനം ആരംഭിക്കാൻ ആലോചിക്കുന്നതായി MLA പറഞ്ഞു. പട്ടാമ്പിയിലെ നമുക്കറിയാം, ഈ ഗവേഷണ കേന്ദ്രത്തിലെ ഫാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി വിവിധങ്ങളായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായി പഠനം നടത്തി അടുത്ത അഡ്വൈസറി കമ്മിറ്റിയുടെ മുമ്പായിട്ട് തന്നെ അത് തീരുമാനിക്കാനും കരുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ്. ജലസംഭരണി നിർമ്മാണം പൂർത്തിയാകുന്നതിനിടെ ഫാമിന്റെ പ്രവർത്തനം എങ്ങനെയാകണമെന്ന കാര്യത്തിൽ കൃത്യമായ പദ്ധതി രൂപീകരിക്കാൻ തീരുമാനിച്ചു. വിത്തുൽപാദനം വർദ്ധിപ്പിക്കൽ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ഇതിൽ ഉരുത്തിരിഞ്ഞ കാര്യങ്ങൾ സർക്കാരിന് റിപ്പോർട്ടായി സമർപ്പിക്കും. ന്യൂസ് 18 പട്ടാമ്പി. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. നാളെ മുതൽ എല്ലാ ദിവസവും ഗണപതി ഹോമം, ഉഷപൂജ, നെയ്യഭിഷേകം, ഉച്ചപൂജ, ദീപാരാധന, അത്താഴപൂജ എന്നീ ചടങ്ങുകൾ ഉണ്ടായിരിക്കും. ഉച്ച മുതൽ അതിശക്തമായ മഴയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. കനത്ത മഴയിലും ആയിരങ്ങളാണ് സന്നിധാനത്തെത്തുന്നത്. കോഴിക്കോട് മുക്കം നഗരസഭയിൽ ശുചീകരണ തൊഴിലാളികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം. പ്രതിപക്ഷ കൗൺസിലർ വേണു കല്ലുരുട്ടിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. നഗരസഭ ഓഫീസിന് മുന്നിൽ 24 മണിക്കൂർ ഉപവാസം നടത്തി. നഗരസഭയിൽ സ്വജനപക്ഷപാതമാണ് നടക്കുന്നതെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കിയാണ് നിയമനമെന്നുമാണ് ആരോപണം. മണ്ണാർക്കാട് ശിവൻകുന്നിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിൽ. ഒന്നാം പ്രതി ഡാലുവിന്റെ സഹായി മേലാറ്റൂർ വേങ്ങൂർ കൂത്തുപറമ്പ് ഷുഹൈബാണ് പിടിയിലായത്. കളവ് നടത്തിയതിനു ശേഷം ഡാലു മലപ്പുറത്തെത്തി ഷുഹൈബിന് 52,000 രൂപ പ്രത്യുപകാരമായി കൈമാറിയിരുന്നു. ഡാലുവിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വ്യക്തമായത്. 27 പവൻ സ്വർണവും 1,25,000 രൂപയുമാണ് മോഷണം പോയത്. കൊല്ലം ഓടനാവട്ടത്ത് മദ്യലഹരിയിൽ ജനസേവാ കേന്ദ്രത്തിലെത്തിയാൽ വനിതാ കടയുടമയെ മർദ്ദിച്ചു. ലാപ്ടോപ്പ് തകർത്തു. യുവതിയുടെ ഭർത്താവ് ഇടപെട്ട് ആക്രമിയെ കൊട്ടാരക്കര പോലീസിന് കൈമാറി. പ്രശാന്ത് എന്നയാളാണ് പിടിയിലായത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതം ദമ്പതികൾ പോലീസിൽ പരാതി നൽകി. ആവശ്യപ്പെട്ട പണം നൽകാത്തതിലുള്ള വിരോധമാണ് ആക്രമണത്തിന് കാരണം. റെയിൽവേ ട്രാക്കുകൾക്കരികിൽ സ്ഥാപിക്കുന്ന സുരക്ഷാ വേലികൾ വഴിമുടക്കുമെന്ന ആശങ്കയിൽ പാലക്കാട് വാണിയംകുളം നിവാസികൾ. ചേറോട്ടൂർ, വെള്ളിയാട് എന്നിവിടങ്ങളിലെ 100ഓളം കുടുംബങ്ങളാണ് ഫെൻസിംഗ് നടപ്പാക്കുന്നതിൽ ആശങ്കയോടെ കഴിയുന്നത്. തീവണ്ടികളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ജനങ്ങളുടെയും വളർത്തുമൃഗങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി റെയിൽപാളങ്ങൾക്ക് ഇരുവശവും സംരക്ഷണ വേലി സ്ഥാപിക്കാൻ റെയിൽവേ തീരുമാനിച്ചത്. എന്നാൽ വലിയ കമ്പിവേലികൾ സ്ഥാപിച്ചാൽ സഞ്ചാരം മുടങ്ങുമോ എന്ന ആശങ്കയിലാണ് വാണിയംകുളം പഞ്ചായത്തിലെ ചോറോട്ടൂർ, വെള്ളിയാട് ഭാഗത്ത് റെയിൽപാളത്തിന് ഇരുവശവുമുള്ള 100ഓളം കുടുംബങ്ങൾ. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം അത് കൂടെ നിലനിർത്തിക്കൊണ്ട് വേണം ഈ
സ്പീഡ് കൂടിയിട്ടുള്ള ട്രെയിനുകൾ ഓടിക്കാൻ അതിന് വേണ്ടിയിട്ടുള്ള ബദൽ സംവിധാനങ്ങൾ അത് ചിലപ്പോൾ മറ്റേ ഈ ഭൂപ്രകൃതിയുടെ സാഹചര്യങ്ങളനുസരിച്ച് ഒന്നുകിൽ റെയിലിനടിയിൽ കൂടെയുള്ള പാതകളായിരിക്കും, അതല്ലെങ്കിൽ ട്രാക്കിൻ്റെ മുകളിൽ കൂടെയുള്ള നടപ്പാതകളായിരിക്കും. ഈ രണ്ട് രീതിയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ രണ്ടും കൂടെയോ ഒരു 1/2 കിലോമീറ്ററോളം ദൂരം ഉള്ള ഈ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലങ്ങളിൽ അത് ഏർപ്പെടുത്തണം. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും 75ഓളം വീടുകളുമുള്ള ചോറോട്ടൂരിലെ തെക്കുമുറി ഭാഗത്ത് എത്തിപ്പെടണമെങ്കിൽ ട്രാക്ക് മുറിച്ചു കടക്കണം, അല്ലെങ്കിൽ ട്രാക്കിന് അടിയിലൂടെയുള്ള ഇടുങ്ങിയ അടിപ്പാതയെ ആശ്രയിക്കണം. ഏതാണ്ട് 100 ഏക്കറോളം നെൽകൃഷി മാത്രമുണ്ട് ഇവിടെ. അവിടേക്ക് എല്ലാ കൃഷി ചെയ്യണമെങ്കിൽ ട്രാക്ടർ കൊണ്ടുപോകണം, കൊയ്ത്ത് യന്ത്രം കൊണ്ടുപോകണം, അങ്ങനെയുള്ള ഒരുപാട്, പിന്നെ മറ്റ് രാസവളങ്ങളോ അങ്ങനെയുള്ള ജൈവവളങ്ങളോ കൊണ്ടുപോകണം വെച്ചാൽ വാഹന സൗകര്യം ഇല്ലെങ്കിൽ തീരെ സാധിക്കില്ല. അപ്പോൾ ഈ സുരക്ഷാവേലി വരുന്നതോട് കൂടിയിട്ട് ആ ഒരു സൗകര്യം കൂടി നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ട്. അതിനൊരു പരിഹാരം എന്തായാലും റെയിൽവേ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. വെള്ളിയാട് ട്രാക്കിനപ്പുറത്ത് 15ഓളം വീടുകളാണ് ഉള്ളത്. 2000ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പമ്പ് ഹൗസിൽ എത്തിപ്പെടാനും മറ്റു വഴികളില്ല. ഏക്കർ കണക്കിന് കൃഷിഭൂമിയും റെയിൽവേ ട്രാക്കിന് മറുപുറത്താണ്. കാർഷികാവശ്യങ്ങൾക്കായി വാഹനങ്ങൾ മറുപുറത്തെത്തിക്കാൻ കാലങ്ങളായി ഈ അടിപ്പാതയെയാണ് പ്രദേശത്തുകാർ ആശ്രയിക്കുന്നത്. ഏകദേശം 15ഓളം കുടുംബങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ ഇപ്പോൾ റെയിലിൻ്റെ മുകളിൽ കൂടിയും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തു കൂടിയാണ് യാത്ര ചെയ്തിരുന്നത്. പക്ഷേ അതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവുന്നതിനെ ഏതു വിധത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്ന് നമുക്ക് റെയിൽവേ ആയിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം പ്രദേശവാസികളുടെ സഞ്ചാരത്തിനും മറ്റും ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് ആവശ്യം. സുരക്ഷാ വേലി സ്ഥാപിച്ചാൽ ഈ അടിപ്പാതയിലൂടെയുള്ള സഞ്ചാരം കൂടി തടസ്സപ്പെടുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ ആക്ഷൻ കൗൺസിലുകൾ രൂപീകരിച്ച് റെയിൽവേ DRM ഉൾപ്പെടെയുള്ളവർക്ക് പ്രദേശവാസികൾ നിവേദനം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 പട്ടാമ്പി. കണ്ണൂർ കൊട്ടിയൂരിൽ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ രക്ഷപ്പെടുത്തി യുവാക്കൾ. ഉത്സവത്തിനെത്തിയ പിതാവിനൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയാണ് സംഭവം. കുട്ടിയെ രക്ഷപ്പെടുത്തുന്ന ദൃശ്യം പുറത്തുവന്നു. അടിമാലിക്ക് സമീപം മച്ചിപ്ലാവിൽ കനത്ത മഴയിൽ കൃഷിയിടത്തിലെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വീണ് വീട് അപകടാവസ്ഥയിൽ. മച്ചിപ്ലാവ് സ്കൂൾ പടിയിൽ താമസക്കാരനായ ജോർജ് കുട്ടിയുടെ വീടാണ് അപകടാവസ്ഥയിലായത്. കനത്ത മഴ തുടർന്നാൽ കൂടുതൽ മണ്ണിടിഞ്ഞ് വലിയ അപകടം സംഭവിക്കുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. 2 ദിവസങ്ങളായി ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ്. മഴ കനത്തതോടെ അടിമാലി മേഖലയിൽ വിവിധയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുണ്ട്. മച്ചിപ്ലാവ് സ്കൂൾ പടിയിൽ പുരയിടത്തിലെ കരിങ്കൽ കെട്ടി ഇടിഞ്ഞത് വീടിന് ഭീഷണിയായി. സ്കൂൾ പടിയിൽ താമസക്കാരനായ ജോർജ് കുട്ടിയുടെ കൃഷിയിടത്തിൽ നിർമ്മിച്ചിരുന്ന കരിങ്കൽ കെട്ടാണ് ഇടിഞ്ഞു വീണത്. ഇവിടെ നേരത്തെ ഒരു മലയായിരുന്നു. നമ്പ്യാപറമ്പിൽ ജോർജ് എന്ന് പറഞ്ഞ ഒരാള് ഇത് അഗാധമായി മലയിടിച്ച് ഇത് കട്ടിങ് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ പുരയിടത്തിന് ചുറ്റും ഇങ്ങനെ കട്ടിങ് വന്നപ്പോൾ പരാതി പറഞ്ഞപ്പോൾ പുള്ളി അത് കെട്ടിത്തന്നതാണ് കോൺക്രീറ്റ്. അത് ഇന്നലത്തെ മഴയ്ക്ക് ഇടിഞ്ഞു പോയി. എൻ്റെ പുരയിടത്തിനും എൻ്റെ വീടിനും നാശനഷ്ടങ്ങൾ ഇനി ഒരു ഇതുണ്ടായാൽ എൻ്റെ വീടിന് വരെയും ഇതിൻ്റെ നാശനഷ്ടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കനത്ത മഴ തുടർന്നാൽ മണ്ണ് കൂടുതലിടിഞ്ഞ് വീട് അതീവ അപകടാവസ്ഥയിലാകുമെന്ന ആശങ്കയിലാണ് ജോർജ് കുട്ടിയും കുടുംബവും. സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. ദേശീയപാതയിൽ നവീകരണ ജോലികൾ നടക്കുന്ന പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണിയുമുണ്ട്. പാതയോരത്ത് മൺതിട്ടയ്ക്ക് മുകളിൽ താമസിക്കുന്ന കുടുംബങ്ങളും മഴ പെയ്യുമ്പോൾ വലിയ ആശങ്കയിലാണ്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിലെ മഴക്കാഴ്ചകളിൽ പ്രത്യേക സ്ഥാനമുണ്ട് കല്ലാർകുട്ടി ജലാശയത്തിന്. മൺസൂണിന്റെ ആദ്യ ദിനങ്ങളിൽ തന്നെ നിറയുന്ന ജലാശയമാണിത്. കല്ലാർകുട്ടി ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്ന കാഴ്ച മഴക്കാലത്ത് ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നതാണ്. ഓരോ മഴക്കാലത്തും ജില്ലയിൽ ആദ്യം തുറക്കുന്ന ഡാമുകളിലൊന്നാണ് കല്ലാർകുട്ടി. ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർക്ക് പുതുമയുള്ള കാര്യമല്ലെങ്കിലും സഞ്ചാരികൾക്ക് കൗതുക കാഴ്ചയാണ്. കല്ലാർകുട്ടി വഴി സഞ്ചരിക്കുന്ന മിക്കവരും ഇവിടെ അല്പനേരം സമയം ചെലവഴിച്ച് കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരുക. And mountains also,
can see this surrounding climate and also coming water from the dam. So beautiful looking. മലമടക്കുകൾക്കിടയിലൂടെ വന്യത പൂണ്ടൊഴുകുന്ന മുതിരപ്പുഴയുടെ കാഴ്ചയും മനോഹരമാണ്. ന്യൂസ് 18 ഇടുക്കി. റിലയൻസ് ഫൗണ്ടേഷൻ യങ് ചാംപ്സ് ഫുട്ബോൾ അക്കാദമിയുടെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് പാലക്കാട് യുവ ഫുട്ബോൾ താരങ്ങൾക്കായി പരിശീലന ക്ലിനിക്ക് സംഘടിപ്പിച്ചു. അക്കാദമിയുടെ ഹെഡ് ഓഫ് സ്കൗട്ടിംഗ് ആയ സ്റ്റീഫൻ ചാൾസിന്റെ നേതൃത്വത്തിൽ നടന്ന സെഷനിൽ പൂർവ്വ വിദ്യാർത്ഥികളായ അലൻ സാജിയും റാഷിദ് സിക്കയും പങ്കെടുത്തു. വിവിധ സെഷനുകളിലായി കുട്ടികൾക്ക് പരിശീലനം നൽകി. 10 വർഷത്തിനിടയിൽ RFIC ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള ഫുട്ബോൾ അക്കാദമികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. Understood? So you have to ask. Don't just be like, okay, Rashid comes here, so I'll play, and if he calls, you play it in the middle. Play this pass, yeah? എറണാകുളം നോർത്ത് പാലത്തിനടിയിൽ രോഗിയെ ബന്ധുക്കൾ ഉപേക്ഷിച്ചതായി പരാതി. തൃശൂർ മതിലകം സ്വദേശി ഷംസുദ്ദീനെയാണ് സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസം രാവിലെ ഉപേക്ഷിച്ചത്. പോലീസ് എത്തി ഇയാളെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. 25 വർഷം വിദേശത്ത് ഡ്രൈവറായിരുന്നു ഷംസുദ്ദീൻ. അപസ്മാരവും തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പോൾ ജോലികളൊന്നും ചെയ്യാൻ കഴിയാതെയായി. ഒരു കാല് തളർന്ന ഷംസുദ്ദീന് നടക്കാനും ബുദ്ധിമുട്ടുകളുണ്ട്. രോഗിയായ തന്നെ ശുശ്രൂഷിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാണ് സഹോദരങ്ങൾ ഉപേക്ഷിച്ചതെന്ന് ഷംസുദ്ദീൻ പറഞ്ഞു. മാനസിക വെല്ലുവിളി നേരിടുന്ന ഭാര്യ കണ്ണൂരിൽ ബന്ധുക്കൾക്കൊപ്പമാണ് താമസം. ബന്ധുക്കൾ തന്നെ ഉപദ്രവിക്കുമായിരുന്നു. മരുന്നും വസ്ത്രങ്ങളും ഉൾപ്പെടെയാണ് ഉപേക്ഷിച്ചത്. ഇടപ്പള്ളിയിലാണ് ആദ്യം തന്നെ കിടത്താനിരുന്നത്. നോർത്തിൽ കളഞ്ഞോളൂ, അവിടെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടാകുമെന്ന് താൻ തന്നെ പറയുകയായിരുന്നു. നീ എവിടെയെങ്കിലും കിടന്ന് ചാകുമെന്നാണ് അവർ പറഞ്ഞതെന്നും ഷംസുദ്ദീൻ കണ്ണീരോടെ പറയുന്നു. രോഗിയെ പാലത്തിനടിയിൽ ഉപേക്ഷിച്ചതറിഞ്ഞ് TJ വിനോദ് MLA ഇടപെടുകയും പോലീസെത്തി ഷംസുദ്ദീനെ നോർത്ത് സ്റ്റേഷനിൽ എത്തിക്കുകയുമായിരുന്നു. തുടർന്ന് ഷംസുദ്ദീനെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റി. ബന്ധുക്കൾക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ അത്തരം കാര്യത്തിൽ നിങ്ങൾ പരിശോധിച്ചിട്ട് ഏതായാലും ഒരു നടപടി ഉണ്ടാവാൻ ഒരു മാസം മുമ്പ് അങ്ങനെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഇവിടെ എല്ലാ ദിവസവും 2, 3, 4, 5 തവണ ഞാനിവിടെ വരുന്നതല്ലേ. രോഗിയോട് കൊടും ക്രൂരത കാട്ടിയവർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊച്ചി. മഴക്കാലമായതോടെ മോഷ്ടാക്കൾ നാടെങ്ങും വിലസുകയാണ്. പാലക്കാട് പട്ടാമ്പി മഞ്ഞളുങ്ങലിൽ നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണമാണ്. ലക്ഷങ്ങളുടെ വയറിംഗ് സാമഗ്രികളാണ് കവർന്നത്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പട്ടാമ്പി മഞ്ഞളുങ്ങലിലാണ് നിർമ്മാണം നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നത്. മഞ്ഞളുങ്ങൽ പുലാക്കൽ അർസാലിന്റെയും ചുങ്കോനാത്ത് സാലിഹിന്റെയും വീടുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നു. അർസാലിന്റെ വീട്ടിൽ പെരുന്നാൾ കഴിഞ്ഞ് പണിക്കാർ വന്നപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. നിർമ്മാണ പ്രവർത്തികൾക്കായി മോട്ടോർ ഓണാക്കിയപ്പോൾ പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വീട്ടിലെ വയറുകൾ മോഷ്ടിച്ചത് ശ്രദ്ധയിൽപ്പെട്ടത്. തെളിവുകൾ നശിപ്പിക്കാനായി വീടിനുള്ളിൽ മുളകുപൊടിയും വിതറിയിട്ടുണ്ട്. വയറിംഗ് ഒക്കെ ഫുള്ളായിട്ട് ഏകദേശം തീർന്നൊരു മട്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നിലവിൽ ഇവിടെ പണിക്കാരൊന്നും 2 ദിവസമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് വന്ന് നോക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്നലെയോ മിഞ്ഞാന്നോ, അതായത് 11-ാം തീയതിയോ 12-ാം തീയതിയോ ഒരു ദിവസത്തിലാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കാലത്ത് വന്ന് മോട്ടർ അടിക്കാൻ നോക്കുന്ന സമയത്ത് മോട്ടറിൻ്റെ സ്വിച്ച് ബോർഡെല്ലാം തകർത്ത് വെച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പരിശോധിക്കുന്ന സമയത്ത് വയറിങ് ചെയ്ത് വെച്ച വയറുകളെല്ലാം വലിച്ച് കംപ്ലീറ്റ് നശിപ്പിച്ചിട്ടുണ്ട് അവർ. അത് കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടും ചുമരിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തിട്ടും പിന്നെ എൻ്റെ മോട്ടറുണ്ട് അവിടെ, അതായത് കുഴൽക്കിണറിൻ്റെ മോട്ടറിൻ്റെ അത്രയും നീളത്തിൽ വരുന്ന നല്ല കനം കൂടിയ വയറാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് അവർ വയറൊക്കെ എടുത്തിട്ട് അതിൻ്റെ വേസ്റ്റ് സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അതായത് വയറൊക്കെ കീറി അതിൻ്റെ പുറത്ത് വരുന്ന കവറിംഗ് എല്ലാം അവിടെ തന്നെ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം അറിയുന്ന ആളുകളാണ്, തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ പരിസരത്തുള്ളവരോ അങ്ങനെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അടുത്തിടെയാണ് 2 വീടുകളിലും വയറിംഗ് കഴിഞ്ഞത്. വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 2ഇടത്തും ലക്ഷങ്ങളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. മാത്രമല്ല വീണ്ടും വയറിംഗ് നടത്താൻ ചുമരുകളും സീലിംഗും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയാണ്. മോഷ്ടാക്കളെ കണ്ടെത്താൻ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9320, പവന് 74,560.
സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7670 രൂപ, പവന് 61,360 രൂപ. വെള്ളി ഗ്രാമിന് 118, കിലോ 1,18,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Kavita Gold and Diamonds, the versatile jewelry. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നമസ്കാരം.